ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് സ്ക്വാഡ് കണ്ടെത്തുന്നതിന്റെ തിരക്കിലാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. അടുത്ത മാസം വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ ബ്രസീലിന് കളിക്കേണ്ടി വരുന്നുണ്ട്. ഫ്രാൻസും ക്രൊയേഷ്യയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് എപ്പോൾ ബ്രസീൽ പ്രഖ്യാപിക്കും? ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഗ്ലോബോ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് മാർച്ച് 16-ാം തീയതിയാണ് ഈ 2 സൗഹൃദ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മാർച്ച് 27-ാം തീയതിയാണ് ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള മത്സരം നടക്കുക. പിന്നീട് മാർച്ച് 31-ാം തീയതി ക്രൊയേഷ്യയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടും. ഈ 2 മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ നമുക്ക് മാർച്ച് 16-ാം തീയതി അറിയാൻ സാധിക്കും എന്നാണ് ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് എന്ന് അറിയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീയതിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മെയ് 19-ാം തീയതി ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചുകൊണ്ട് ഒരു ഇവന്റ് ഉണ്ട്, ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. റിയോ ഡി ജനീറോയിലുള്ള ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ്. അന്ന് ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് അത് മെയ് 19-ാം തീയതി നമുക്ക് അറിയാൻ സാധിച്ചേക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ പറയുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് കൊണ്ടുപോകേണ്ട ചില താരങ്ങളെയൊക്കെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി കണ്ടുവച്ചിട്ടുണ്ട്, ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളാണ്. ഇനി സാന്റോസിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട്. ആ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് വേൾഡ് കപ്പിലേക്ക് പോവാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.